ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര? 840 രൂപയ്ക്ക് വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ കുറച്ചാണ് വിൽക്കുന്നത് അത് നോക്കാം. 840 മൈനസ് 714 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 126 രൂപയാണ് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പം രൂപ എത്രയാണ്? 126 രൂപയാണ് കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 126 ഡിവൈഡഡ് ബൈ വില എത്രയാണ്? 840 രൂപയുടെ സാധനമാണ് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ ഇവിടെ 0 ക്യാൻസലാവും. പിന്നെ 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ എത്ര? 5 പ്രാവശ്യം വരും. ഇവിടെ എത്ര വരും? 24 8 42 2 84 അല്ലേ? പിന്നെ 42 വെച്ചിട്ടാവുമ്പോൾ 3 പ്രാവശ്യം 126 ആയി 3 15% ആൻസറായിട്ട് വരുന്നത്. 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 എങ്കിൽ ചേർത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? 11 ഇൻറ്റു 66 ചെയ്യുക. ആ കിട്ടിയ ആൻസറ് മൈനസ് പിന്നെ 72 ഇൻറ്റു 12. ഇതാണ് ഡയറക്റ്റ് വേയിൽ ചെയ്യുന്നത്. 11 ഇൻറ്റു 66 ചെയ്യുമ്പോൾ നമുക്ക് 726 കിട്ടും. 11 ഇൻറ്റു 66 എന്ന് പറയുന്നത് 726. 72 ഇൻറ്റു 12 എന്ന് പറയുന്നത് 864. 72 ഇൻറ്റു 12 എന്ന് പറയുന്നത് 864. അപ്പോൾ 864 നിന്ന് 726 കുറയ്ക്കുമ്പോൾ 726 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 6 8 പിന്നെ 5 2 3 138 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അല്ലാതെ ഷോർട്ട് കട്ട് ചെയ്യുന്ന ഫോർമുലയൊക്കെ ഉണ്ട്, അതറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് പുതിയ വില പ്ലസ് പുതിയ ശരാശരി പ്ലസ് പഴയ ശരാശരിയുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം കണ്ടുപിടിക്കുമ്പോഴും അങ്ങനെ തന്നെ കിട്ടും. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? 3 പൈപ്പിന് എത്ര 3 പൈപ്പിന് എത്ര സമയം എടുക്കും? 1.5 മണിക്കൂർ എടുക്കും. 3 പൈപ്പിന് എടുക്കുന്ന സമയം 1.5 മണിക്കൂർ. അപ്പോൾ ഒരു പൈപ്പിന് എടുക്കുന്ന സമയം 2 പൈപ്പിന് എടുക്കുന്ന സമയമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 15/10 എന്ന് എഴുതാം. 15/10 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? I 3 15 ഈ 5 10 3/2 അങ്ങനെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് M1 D1 = M2 D2 എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 3 പൈപ്പുകൾ നിറയാൻ 1.5 മണിക്കൂർ. അപ്പോൾ 3 പൈപ്പുകൾ നിറയാൻ നമുക്ക് എത്ര സമയം എത്രയാണ്? 3/2 = 2 പൈപ്പ് നിറയാൻ 2 ഇൻറ്റു ടൈം നമുക്കറിയത്തില്ല, D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര വരും? 9/4 എന്ന് പറയുന്നതാണ് D2 എന്ന് കിട്ടും. 9/4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 2 8 പിന്നെ എത്രയാണ് വരുന്നത്? 10 വരും. അല്ലെങ്കിൽ 10 വരുമ്പോൾ എത്ര വരും? 2.25 എന്ന് വരും ഇല്ലേ? 2.25 എന്ന് പറയും. 2.25 എന്ന് പറയുമ്പോൾ 2.25 മണിക്കൂർ എന്ന് വരും. മണിക്കൂറിലേക്ക് എഴുതുമ്പോൾ 2.25 മണിക്കൂർ എന്ന് വരും. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില കണ്ടെത്തുക. ഇപ്പോൾ നമുക്ക് കെ അല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. കെയുടെ പ്ലേസ് മാത്രം ഒരു വശത്തിടുക, ബാക്കിയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2k + 1 = 2 7 ഡിവൈഡഡ് ബൈ
2/5 എന്ന് വരും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനാണ്. അപ്പോൾ 2k+1 ഈക്വൽ ടു 2k+1 ഈക്വൽ ടു 2/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? k+1 ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പോൾ k എത്രയാണ്? 2 - 1 1 എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഇനി അടുത്തത് എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? ബി അതേ ജോലി എയും ബിയും കൂടെ ചേർന്നിട്ട് A+B എത്ര ദിവസം കൊണ്ട് തീർക്കും? A+B ചെയ്ത് തീർക്കുന്നത് 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. എങ്കിൽ ബി മാത്രമായിട്ട് പ്രസ്തുത ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ജോലി എത്രയുണ്ട്? 60 എന്ന് കിട്ടി. എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി 12 പറഞ്ഞിട്ടുണ്ട്. എ ഒറ്റയ്ക്ക് ചെയ്യുന്ന 20 ദിവസം കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി എത്രയാണ്? 60 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 30 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഒറ്റ ആനെ കണ്ടെത്തുക. 25631 ഈ നമ്പറുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുക. അപ്പോൾ ആദ്യത്തെ 3 4 6 10 15 2 17. ഇവിടെ എത്ര വരുന്നത്? 4 4 8 2 10 13 3 16 5 2 7 1 8 6 14 3 17. അടുത്തത് 3 4 7 3 10 11 2 13 4 17. അപ്പം ഇതിൻ്റെ സംമാത്രമാണ് വ്യത്യസ്തമായിട്ട് വരുന്നതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. അപ്പോൾ രാജു എന്ന് പറഞ്ഞ ആൾ രാജു എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. അപ്പോൾ 8 കിലോമീറ്റർ വടക്കോട്ട് പോയി. എന്നിട്ട് പുള്ളിക്കാരൻ എന്തോ ചെയ്തു? പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയി. ഇങ്ങോട്ടേക്ക് പോയി 2 കിലോമീറ്റർ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നീട് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 1 കിലോമീറ്റർ പോയി. അപ്പോൾ ആദ്യം അയാൾ വടക്കോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു, പിന്നെ താഴേക്ക് വരുമ്പോൾ എങ്ങോട്ടായിരിക്കും വരുന്നത്? തെക്കോട്ടേക്കായിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹലോ എന്നത് KHOOR എന്ന് എഴുതിയാൽ, ഇപ്പോൾ നമുക്കിവിടെ എഴുതാം ഹലോയ്ക്ക് പകരം ഏതാണ് തന്നിരിക്കുന്നത്? ഹലോയ്ക്ക് പകരം തന്നിരിക്കുന്നത് KHOOR. അപ്പോൾ H കഴിഞ്ഞ് എത്ര വന്നിട്ടുണ്ട്? K വരാം. HIJK 3 കൂടി +3. E കഴിഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട്? FGH അവിടെയും +3. അപ്പോൾ എല്ലാം +3 വെച്ചിട്ടാണ് പറയണതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് W കഴിഞ്ഞിട്ട് +3 നോക്കാം. W കഴിഞ്ഞിട്ട് എന്താ? XYZ. അപ്പോൾ Z ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളതുകൊണ്ട് നമുക്ക് വേറൊന്നും നോക്കണ്ട, ഇതങ്ങോട്ട് എഴുതാം. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിൽ 4ാമത്തെ സംഖ്യ ഏത്? 4 + 3 7, 7 + 4 7 + 5 12, 3 5, പിന്നെ എന്തായിരിക്കും വരുന്നത്? 7. 12 + 7 19. ഇനി അടുത്ത ക്വസ്റ്റ്യൻ A+ എന്ന ചിഹ്നത്തെയും B- എന്ന ചിഹ്നത്തെയും C ഡിവിഷൻ എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും കുറിക്കുമെങ്കിൽ എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ എഴുതാം 18 A+, 12 C എന്താ വന്നിരിക്കുന്നത്? ഡിവിഷൻ 6. D എന്താ വന്നിരിക്കുന്നത്? D വന്നിരിക്കുന്നത് ഇൻറ്റു 2. B എന്താ വന്നിരിക്കുന്നത്? -5. അപ്പോൾ നമുക്ക് ആദ്യം ഡിവിഷൻ ബോർഡ് മാസ് വെച്ചിട്ട് വരുമ്പോൾ ആദ്യം ഡിവിഷനാണ് വരുന്നത്. അതുകൊണ്ട് 18 + 12 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 2 ഇൻറ്റു 2. പിന്നെ വരേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 18 + 4 18 4 22. 22 5 പോകുമ്പോൾ എത്രയാണ്? 17. ഓപ്ഷൻ ബി. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.